മദ്യലഹരിയിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് കത്തിച്ച ശേഷം പോലീസിന്റെ കൺമുന്നിൽ 52-കാരൻ തൂങ്ങി മരിച്ചു. കൊല്ലം ഏരൂരിലാണ് സംഭവം. ചില്ലിംഗ് പ്ലാന്റ് സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. സ്ഥിരം മദ്യപാനിയായ വിനോദ് കുമാർ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. ഇന്നലെ രാത്രിയും മദ്യപിച്ച് വീട്ടിലെത്തി ഗൃഹോപകരണങ്ങൾ തകർത്തു. തുടർന്ന് അടുക്കളയിലിരുന്ന ഗ്യാസ് സിലിണ്ടർ മുറിയിൽ കൊണ്ടുവന്നു വെച്ച് തുറന്നുവിടുകയായിരുന്നു. വീട്ടിനുള്ളിൽ ഗ്യാസിന്റെ രൂക്ഷഗന്ധം പരന്നതോടെ ഭാര്യ ലതയും മരുമകൾ കൃഷ്ണയും ഇവരുടെ 1 വയസ്സുള്ള കുട്ടിയെയുമെടുത്ത വീടിന് പുറത്തിറങ്ങി. ഈ സമയം വിനോദ് കുമാർ എല്ലാ വാതിലുകളും അടച്ചു. വീട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തീ കൊളുത്തിയ ശേഷം വിനോദ് കുമാർ മുറിയിലെ ജനലിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. വരുന്നതിന് മുന്നേ കഥകളെല്ലാം ലോക്കായി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവര് വന്നിട്ട് വിനോദ് കഥവ് തുറക്കുന്നാ പറഞ്ഞത്. എന്നിട്ട് കഥവ് തുറന്നില്ല. ഈ റൂം നമുക്ക് കയറുന്ന റൂം, അവിടെ റൂമുണ്ട്. കയറി കഴിഞ്ഞിട്ട് ഇവര് ആ ജനലൊന്ന് പൊട്ടിയിരിക്കുക സാറേ. അപ്പോഴത്തേന് ആ ജനലിൽ കൂടെ ലാത്തി കയറ്റിയിട്ട് സാറന്മാര് വന്ന് വിനോദെ കഥവ് തുറക്കുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് കത്തുന്നില്ല സാറേ, കത്തുന്നില്ല എന്നാ പറഞ്ഞു. ഇത്രയും പറഞ്ഞു, തീ കത്തിച്ചു. അത്രേ, അതാണ് സംഭവം. മൃതദേഹത്തിൽ ഭാഗികമായി പൊള്ളലേറ്റു. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. 24 കൊട്ടാരക്കര.